അപ്പം ഒന്നാമത്തെ ചക്രം നമ്മൾ നോക്കി മൂലബന്ധക്രിയയാണ്. നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ചങ്ങോട്ട് കുണ്ടലിനി യോഗം അഭ്യസിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മൂലബന്ധക്രിയ ആദ്യം പ്രാണായാമം എല്ലാം ചെയ്യണം. നാഡിശുദ്ധിക്രിയ ചെയ്യണം, അനുലോമവിലോമ, പിന്നെ കുംഭകം ചെയ്യണം, ഇൻറ്റേർണൽ റീടെൻഷൻ ചെയ്യണം, പിന്നെ പതുക്കെ എക്സ്റ്റേണൽ അതൊക്കെ ചെയ്തെന്ന് തോന്നുന്നു നമ്മൾ ഇല്ലേ. ഒന്ന് ജസ്റ്റ് എന്താണെന്ന് നോക്കി, പിന്നെ പലർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണൽ റീടെൻഷൻ ചെയ്തു. പിന്നെ അതിൻ്റെ കോമ്പിനേഷനുണ്ട്. അതിപ്പോൾ നമ്മൾ എല്ലാം കൂടെ അങ്ങനെ ചെയ്യണ്ട. അകത്തെടുക്കുന്ന ശ്വാസം അകത്ത് നിർത്തുക, പുറത്ത് വിടുന്ന ശ്വാസം പുറത്ത് നിർത്തുക. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും പൂർണ്ണ കുംഭകം ആവും. അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് സെഷനല്ലേ, സ്ഥിരമായിട്ട് മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ആസനമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പ്രാണായാമം ശരിക്കും അഭ്യസിക്കണം. പ്രാണായാമത്തിൽ നമ്മൾ ആദ്യം സെക്ഷണൽ ബ്രീത്തിങ് ശീലിക്കുക. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ആൾട്ടേഡ് ആയിരിക്കും നമ്മുടെ ബ്രത്ത് എല്ലാവരുടെയും. ടെൻഷൻ വരുമ്പോൾ നമ്മൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യത്തേ ഇല്ല, ആരും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ബ്രത്ത് താഴോട്ടൊക്കെ ചിലപ്പോൾ വരത്തില്ല. ശ്വാസം വലിക്കുന്നു, എങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം താഴോട്ട് ശ്വാസം ഇറങ്ങി വരണം. അതുകൊണ്ട് നമ്മൾ ചെയ്ത ആദ്യ മധ്യ അധമ പ്രാണായാമം ചെയ്യണം. അത് ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്താലും മതി. ശ്വാസം വയറ്റിലേക്ക് എടുക്കുക, വിടുക, പിന്നെ ചെസ്റ്റിലേക്ക് എടുക്കുക, ചെസ്റ്റിൽ നിന്ന് പോവുക, ഷോൾഡറിലേക്ക് എടുക്കുക, ഷോൾഡറിൽ നിന്ന് പോവുക. എന്നിട്ട് ആദ്യം ബെല്ലി ഫില്ല് ചെയ്ത്, ബെല്ലിയല്ല ലോവർ ലങ് ഫില്ല് ചെയ്ത്, മിഡിൽ ലങ് ഫില്ല് ചെയ്ത്, അപ്പർ പാർട്ട് ഫില്ല് ചെയ്യുക. അപ്പറിൽ നിന്ന് റിലീസ് ചെയ്ത്, മിഡിൽ നിന്ന് റിലീസ് ചെയ്ത്, ലോവറിൽ നിന്ന്. അവിടെ ഒരു കൺഫ്യൂഷൻ പറ്റും നിങ്ങൾ പുസ്തകം വായിക്കുമ്പം. കാരണം ഇങ്ങനെ അല്ല യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന എനർജി മുകളോട്ട് കയറ്റിക്കൊണ്ട് പോകാനാണ്. ഇത് യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ല, ഇത് നമ്മുടെ മെക്കാനിക്കൽ കറക്ഷൻ ഓഫ് ബ്രീത്തിങ്ങിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എസെൻഷ്യലായിട്ട് ഇത് ചെയ്തേ പറ്റും. അപ്പോൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് പറയാം അതിങ്ങനെ അല്ലല്ലോ ബുക്കിൽ. അത് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു പർപ്പസിനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പർപ്പസ് പ്രാണായാമത്തിലുള്ളതാണ്. ഇത് മെക്കാനിക്കൽ കറക്ഷൻ. നമ്മൾ ആൾട്ടേഡായി കിടക്കുക, നമ്മുടെ ബ്രീത്തിങ് നോർമൽ ഇല്ലാതെ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം. എന്നിട്ട് വേണമെങ്കിൽ മറ്റേ പ്രാണായാമം ചെയ്യാം. അതെങ്ങനെയാണ്? ശ്വാസം കൊണ്ട് എടുത്തിട്ട് വിടാൻ നേരത്ത് നമ്മൾ ഇതിപ്പം മോളിൽ നിന്നല്ലേ നമ്മൾ താഴെ നിന്നല്ലേ നമ്മൾ വിട്ട് തുടങ്ങിയത്. അത് മോളിൽ നിന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് വിട്ട് താഴോട്ട് വരും. ഷോൾഡറിൽ നിന്ന് വിട്ട്, ചെസ്റ്റിൽ നിന്ന് വിട്ട്, വയറിൽ നിന്ന് വിടും. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത് ഇതും തമ്മിൽ രണ്ട് പർപ്പസാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂന്നാമത്തെ പ്രാക്ടീസായിട്ട് നിങ്ങൾ ഇൻറ്റേർണൽ റീടെൻഷൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ റേഷ്യോ ഈ അനുലോമ വിലോമയുടെ റേഷ്യോ 1:2. 4 കൊണ്ട് എടുത്താൽ 8 കൊണ്ട് വിടണം. വിട്ട മുക്കിൽ കൂടെ 4 കൊണ്ട് എടുക്കണം, മറ്റേ മുക്കിൽ കൂടെ. ഇത് ഫിക്സ്ഡ് ഒരു റേഷ്യോ ആണ്. ആ റേഷ്യോ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. കാരണം 8 ചക്രമുണ്ട്. അപ്പോൾ 8 ചക്രത്തിൽ കൂടെ ഇത് പോകാൻ വേണ്ടി ഒരു ചക്രയിൽ ഒരു മാത്രം വീതം എടുക്കുമ്പോൾ ഈ കുംഭകം ചെയ്യുമ്പോൾ ഇത് കയറിയിട്ട് ഇറങ്ങാനുള്ള നേരമാണ് 8, 16 മാത്രം. എന്തോ 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പറയുന്നുണ്ട് ബുക്കുകളിൽ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷനുണ്ട്. ഞാനും പലതും വായിച്ചിട്ടുണ്ട് അതിനകത്ത്. അതായത് നമ്മുടെ സോള് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഐഡൻറ്റിഫൈഡ് സെൽഫ് എന്നോ അല്ലെങ്കിൽ സെൽഫ് എന്നോ പറയുന്ന ആ സെൽഫ് ആദ്യമേ ഉണ്ട്. ആ സെൽഫും 3 ക്വാളിറ്റിയും കൂടി ചേർന്ന് 4 എന്ന് കണക്കാക്കിയിട്ട് അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷനുണ്ട്. അതൊക്കെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഈ പർപ്പസിന് വേണ്ടി ഇത് കുറച്ച് നേരം ഇരിക്കണമല്ലോ അകത്ത്. അപ്പോൾ അതിനു വേണ്ടി എല്ലാ ചക്രവും കയറി വരാൻ വേണ്ടി ഇത് ചെയ്യണം. എടുക്കുന്നതിൻ്റെ ഇരട്ടി കൊണ്ട് വിടണം. അപ്പോൾ ഇത് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാം കൂടും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കൂട്ടാം. 4 കൊണ്ട് എടുക്കുന്നവരെ 8 കൊണ്ട് എടുത്ത് 32 റീറ്റെയിൻ ചെയ്ത് 16 കൊണ്ട് വിടുന്നു. അപ്പോൾ കുറച്ച് അറിയും സംഗതി കൊള്ളാം. ഇനി അതും കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ഭയങ്കര ഒരുപാട് കാലത്തെ പ്രാക്ടീസ് കൊണ്ട് എത്തും. അതായത് 16 കൊണ്ട് എടുത്ത് 32 കൊണ്ട്, ഇപ്പം എക്സ്റ്റേണൽ റീടെൻഷൻ ആണെങ്കിൽ 32 കൊണ്ട് വിട്ട് മറ്റേത് 64 ഹോൾഡ് ചെയ്യുക. അത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ പ്രാണായാമത്തിൻ്റെ ഇഫക്റ്റ് അറിയുന്നത്. ഭയങ്കരമായിട്ട് ഷേക്ക് ചെയ്യും. ഇരിക്കുന്നിടത്തുനിന്ന് തെറിച്ച് പോകും പോലെയൊക്കെ ഇലക്ട്രിക് ഡിസ്ചാർജ്. ഞാൻ മരണോപ്പറാണ് സംഭവിക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുണ്ടലിനി എന്ന് പറയുന്ന പവർ ഉണർന്നു എന്നങ്ങ് കണക്കാക്കാം. അങ്ങോട്ടാണ് യാത്ര. അപ്പോൾ ഇവിടെ പോയിട്ട് 1 കൊണ്ട് എടുത്ത് 2
ഒന്നുകൊണ്ടെടുത്ത് രണ്ടുകൊണ്ട് വിടാൻ വയ്യാത്ത നമ്മൾ ഇപ്പം തൽക്കാലം ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ പോകുക എന്നുള്ളത്. അപ്പോൾ പതുക്കെ പതുക്കെ പടിപടിയായിട്ടാണ് പ്രാണായാമം എന്തും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കൗണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം ഇൻറ്റേർണൽ റീടെൻഷൻ ചെയ്യണം, പിന്നെ എക്സ്റ്റേണൽ റീടെൻഷൻ ചെയ്യണം, പിന്നെ ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടെ കമ്പൈൻ ചെയ്യണം. നമുക്ക് പിന്നെ ഇനി എപ്പോഴെങ്കിലും നമുക്ക് കോഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റഡി അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. പ്രാണൻ ബ്രത്ത് ഈസ് ദ കാരിയർ ഓഫ് പ്രാണ ഈസ് ദ കാരിയർ ഓഫ് ദ മൈൻഡ് എന്നാണ് ഒരു ഡിക്റ്റം, യോഗയുടെ ഒരു ബേസ് പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ് എല്ലാ പ്രാക്ടീസും ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്വാസം നമ്മൾ എടുത്ത് അകത്ത് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ എവിടെയാണ് നോക്കുന്നത്? ശരീരത്തിലല്ല, മൈൻഡിലോട്ട് നോക്കാം. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേ മൈൻഡ് ഒന്ന് ഡിഫങ്ക്റ്റ് ആക്കാൻ വേണ്ടിയാണല്ലോ ഈ പ്രോഗ്രാം എല്ലാം നമ്മൾ ചെയ്യുന്നത്, അല്ലേ? മനസ്സിൻ്റെ ആക്ടിവിറ്റീസെ നിരോധിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് യോഗ. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ അകത്ത് റീറ്റെയിൻ ചെയ്യുമ്പോൾ മനസ്സിനെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിടപ്പുണ്ടെങ്കിൽ, ആക്റ്റീവായിട്ടുള്ള കണ്ടൻറ്റ് കിടക്കുകയാണെങ്കിൽ ആ കണ്ടൻറ്റ് ആ സമയത്ത് പെട്ടെന്ന് തോട്ടായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്ന കണ്ടൻ്റ് എല്ലാം കുറച്ച് സമയം അവിടെ റീറ്റെയിൻ ചെയ്ത് അകത്ത് റീറ്റെയിൻ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പടപടാ കയറി വരും തോട്ട്. അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാതെ. പിന്നെ തോട്ട് പ്രാണൻ മൊത്തത്തിൽ വെളിയിൽ വിട്ടിട്ട് ശ്വാസം മൊത്തത്തിൽ പുറത്ത് വിട്ടിട്ട് പുറത്ത് റീറ്റെയിൻ ചെയ്യുമ്പോൾ മൈൻഡ് എംറ്റി ആവും. അപ്പോൾ ഒന്ന് മൈൻഡ് ആക്റ്റീവ് ആക്കും, മറ്റത് എംറ്റി. ഇത് രണ്ടും ചെയ്യുന്നു. മൈൻഡിനെ അകത്ത് നിർത്തുമ്പോഴത്തേക്കും, കുംഭം ചെയ്ത് അകത്ത് നിർത്തുമ്പോഴത്തേക്കും മൈൻഡ് പെട്ടെന്ന് അതിൻ്റെ ഈ മെമ്മറി കണ്ടൻറ്റ് സ്റ്റിമുലൻ്റ് ആവും. എന്നിട്ട് ആ സ്റ്റിമുലൻ്റ് ആക്കിയ സാധനത്തിൻ്റെ പുറത്ത് നിർത്തുമ്പം മനസ്സ് എംറ്റി ആവും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കണം. അപ്പോൾ അത് കാണാം. ഒരു പ്രൊഫഷ്യൻസി വന്നാലേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൈൻഡിനെ എംറ്റി ചെയ്യാൻ വേണ്ടിയാണിത്. ആക്റ്റീവ് ആക്കി എംറ്റി ചെയ്യുന്നതാണ് ഈ രണ്ട് പ്രാണായാമത്തിൻ്റെ കോമ്പിനേഷനിൽ അങ്ങനെ സംഭവിക്കും. അപ്പം ഇത് നമുക്കിപ്പം അകത്തോട്ടൊരു ശ്വാസം എടുക്കാതെ പുറത്തങ്ങ് നിർത്തിയിട്ട് സ്വാഭാവികമായിട്ട് നടക്കാൻ പറ്റും, പ്രാക്ടീസും ഉണ്ട്. ആ സ്വാഭാവിക ആ സ്റ്റേറ്റിനെ കേവല കുംഭം എന്ന് പറയും. അകത്ത് ശ്വാസം വെച്ചിട്ട് അനായാസമായിട്ട് അകത്ത് ശ്വാസം നിൽക്കുകയും നമ്മൾ സമാധാനമായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിനെയാണ് കേവല കുംഭകം, ഇൻറ്റേർണൽ കേവല കുംഭകം എന്ന് പറയും. ആബ്സല്യൂട്ട് റീറ്റൻഷൻ. നമ്മൾ ജോലിയൊന്നും ചെയ്യാതെ പതുക്കെ അത് റീറ്റൈൻഡ് ആയിരിക്കും. ഇത് സാധാരണഗതിക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വല്ലതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വസിക്കില്ല, സ്ട്രെയിനും ഇല്ല, ശ്വാസം മുട്ടുന്നുമില്ല. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഫ്ലോ താനേ സംഭവിച്ചുകൊണ്ടിരിക്കും. അവിടുത്തെ പ്രഷർ വേരിയേഷൻ ശകലം ഒന്ന് വേരി ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ കയറും. മൈൻഡ് സെറ്റിലായിരിക്കുന്നതുകൊണ്ട് വലുതായിട്ട് ശ്വാസത്തിൻ്റെ ആവശ്യം വരുന്നില്ല. മിനിമം മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ നിൽക്കുന്ന സമയമായിരിക്കും. ആ ഒരു മിനിമം പൊസിഷൻ ആവശ്യമാണ് ഹയർ മനസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ബാക്കി എല്ലാം വിട്ടിരിക്കുകയാണ്, ഭയങ്കര റിലാക്സ്ഡ് സ്റ്റേറ്റിലോട്ടിരിക്കുകയാണ്. ഉറങ്ങുന്നതിനേക്കാളും ഡീപ്പായിട്ടുള്ള സ്ഥലത്തോട്ട് പോയിരിക്കുക. ഉറക്കത്തിൽ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ പകൽ വലിക്കും പോലെ അല്ലല്ലോ. അതിൻ്റെ ഗ്യാപ്പ് തന്നെ ഇപ്പോൾ നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ 7 ബ്രത്തിൽ നിൽക്കും 1 മിനിറ്റ് വലിക്കുകയല്ലേ, നല്ലതായിട്ട് വലിച്ചിട്ട് അത് തന്നെ 1 മിനിറ്റ്. അപ്പം ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും ആക്ടിവിറ്റി ഉണ്ടാകും. കുറഞ്ഞിട്ടില്ല, വലിക്കുന്ന വലി തന്നെ 1 മിനിറ്റിനകത്ത് 5-8 വലിയ വലിക്കത്തു. മറ്റേ പടപടാ വലിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആർത്തി വരുമ്പോൾ ഭയങ്കരമായിട്ട് വലിക്കും. അപ്പോൾ ആർത്തി ഒന്നും ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും ഈ വലി ഇനിയിപ്പോൾ വലിച്ചിട്ട് എന്ത് കാര്യം എന്ന് തോന്നുമ്പോൾ ആ വലി അങ്ങ് പറയും. ഇങ്ങനെയൊക്കെയാണ് ഈ ബോഡി വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഇതൊക്കെ നോക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാണായാമം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ മനസ്സിലാവും. ശ്വാസം മുട്ടുമ്പോൾ കുറച്ച് നന്നായിട്ട് മനസ്സിലാവും എന്തുമാത്രം ആർത്തിപ്പെട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ ചുമ്മാ തമാശയായിട്ട് പറയുന്നതാണെങ്കിലും ഇതൊക്കെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആർത്തി ഇല്ലാതെ ഇവിടെ സമാനമായിട്ട് നിൽക്കുമ്പോൾ ശ്വാസം സമാനമായിട്ട് നിൽക്കും. കേവല കുംഭത്തിലോട്ട് ഇറങ്ങി നിൽക്കും. ആബ്സല്യൂട്ട് റീടെൻഷനാണ് കേവല കുംഭം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മൈൻഡ് അങ്ങ് സെറ്റിലായിരിക്കും. അതിനു മുമ്പേ മൈൻഡ് ആക്റ്റീവ് ആക്കും, മൈൻഡിനെ എംറ്റി ചെയ്യും. ഇങ്ങനെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ സ്വാഭാവികമായി റെസ്റ്റ്ഫുൾ ആകുമ്പോൾ കിട്ടുന്ന കേവല കുംഭ സ്റ്റേറ്റ് ഇൻഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണിത്.
ചെയ്യുന്നത്. അപ്പം ഓരോ കണ്ടൻറ്റ് നമ്മൾ ഈ ചക്രം എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമിങ് സെൻറ്റേഴ്സ് ഓഫ് എനർജി ടു ഫ്രം ഫിസിക്കൽ ടു സൈക്കിക് ആൻഡ് സൈക്കിക് ടു സ്പിരിച്വൽ എന്നാണ് അതിൻ്റെ. അതുകൊണ്ടാണ് ആ മൂവ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്, സൈക്ലിക്കലായി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ചക്രം എന്ന് പറയും. അല്ലേ, വീല് ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുക, ഒരേ സൈക്കിളിൽ തന്നെ വീണ്ടും ഇങ്ങനെ ഉരുണ്ടോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ തോട്ട് വരുന്നു, തോട്ടിനെ ഇപ്പോൾ ഒരു തോട്ട് ഇൻസ്പയർ ചെയ്യുകയാണ്, മൈൻഡ് ഇൻസ്പയർ ചെയ്യുന്നു, ഉടനെ ബോഡിയിലേക്ക് പോകും, ബോഡി അത് ആക്ഷൻ പ്ലാനിലാക്കും, അങ്ങനെ അനുഭവിക്കും, അനുഭവിച്ച കാര്യം മനസ്സിലാക്കും, ഇതിനടുത്ത് മെമ്മറി വയ്ക്കും, മെമ്മറിയിൽ നിന്ന് തോട്ട് വരും, തോട്ട് വീണ്ടും ആക്ഷനിൽ പോകും, ആക്ഷനിൽ നിന്ന് അത് സിന്തസൈസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കും, അതിനെ തിരിച്ചെടുത്ത് മെമ്മറി കൊണ്ടുവയ്ക്കും. ഇതാണ് സൈക്ലിക്കൽ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുക നമ്മളെ തന്നെ അറിയാനുള്ള പോസിബിലിറ്റിയാണ്. അത് അൺട്രാവൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളതൊന്നും അറിയത്തില്ല, ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. തോട്ടൊക്കെ വരുമ്പോൾ ഇപ്പം കാണിച്ചു തരാം, എൻ്റെ അടുത്താണ് കളിക്കുന്നു. അതാണ് പ്രശ്നം. ആ സാധനം കയറി പിടിക്കുമ്പോൾ ഈ കളിയെല്ലാം മാറി വേറെ കളിയായി പോകും. ശരിക്കും നമ്മുടെ ലൈഫ് നോക്കിയാൽ നമ്മൾ യോഗത്തിലാണ്. ഇങ്ങനെ പലതും കാണിച്ചും അതിൻ്റെ ഇടയിൽ റെസ്റ്റ് ചെയ്തും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതങ്ങനെ. അപ്പോൾ നമ്മൾ ഈ ആദ്യം പ്രാണായാമം ചെയ്തു, സെക്ഷണൽ ബ്രീത്തിങ് ചെയ്തു, അതായത് ആദ്യം മധ്യാധമ പ്രാണായാമം ചെയ്തു, സെപ്പറേറ്റായിട്ട് ചെയ്തു, പിന്നെ കമ്പൈൻ ചെയ്തു, ആൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് ചെയ്തു, നാഡിശുദ്ധിക്രിയ ചെയ്തു, വിത്ത് റീടെൻഷൻ ചെയ്തു. അപ്പോൾ പ്രാണായാമമായി. അകത്തോട്ട് ശ്വാസം എടുത്ത് അകത്ത് നിർത്തി, പുറത്തോട്ട് ശ്വാസം വിട്ടു പുറത്ത് നിർത്തി. അപ്പോൾ നമ്മൾ മൈൻഡിലോട്ട് നോക്കി സ്റ്റഡി ചെയ്യുകയാണ്. സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് വെച്ചാൽ അകത്ത് നിൽക്കുമ്പോൾ തോട്ട് സ്റ്റിമുലൻ്റ് ആവുന്നു, പുറത്തോട്ട് നിൽക്കുമ്പോൾ തോട്ട് എംപ്റ്റി ആവും. അപ്പോൾ എവിടെ നിൽക്കാൻ പറ്റും? പുറത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. യോഗി പുറത്ത് നിൽക്കും. അപ്പോൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇയാൾ എക്സ്പയർഡായെന്നാണ് പറയുന്നത്. അതല്ലേ പറയുന്നത്, ഗാന്ധി പ്രസാദ് എക്സ്പയർഡ് എന്നങ്ങ് പറയുക, പേപ്പറിലൊക്കെ അടിച്ചു വരും. ശ്വാസം വെളിയിൽ നിൽക്കുമ്പോൾ എക്സ്പയർഡ്, അടുത്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പേര് വീഴുന്നത്. അപ്പോഴാണ് ആ അവസാനത്തെ എടുപ്പ് ഒരു ആഞ്ഞു പിടിച്ച് ഒരു എടുപ്പെടുക്കുമ്പോൾ ഇവൻ അടുത്ത ജന്മത്തിൻ്റെ കർമ്മമായി. അതിനും കൂടെ ചേർത്ത് എടുക്കുക. പിന്നെ എടുക്കുന്നത് അപ്പോഴും കൊടുക്കില്ല. പിന്നെ ഒരെണ്ണം ആഞ്ഞു പിടിച്ച് അകത്ത് പിടിച്ച് നിർത്താൻ പറ്റാതെ ചാടി വെളിയിൽ പോയി. പിന്നെ കുറേ കാലം ഇല്ല, എത്ര കാലം ഇവിടെ ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം പിന്നെ വേറെ എവിടെയോ നിൽക്കുമെന്നാണ് പറയുന്നത്. ടൈം ഡൈമെൻഷൻ വേറെ ആയി കിടക്കുന്നത് കൊണ്ട് ഇവിടെ 50 വർഷം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ 2 മിനിറ്റ് പോലെയൊക്കെ തീരുമായിരിക്കാം. ഈ ഡൈമെൻഷനിലല്ലേ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ കണക്ക് വെച്ചാകുമ്പോൾ 2 വർഷം എന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഗ്രഹത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഈ ഡൈമെൻഷനൊക്കെ മാറിപ്പോകത്തില്ല. അപ്പോൾ ഏതായിരുന്നാലും ഈ സാധനം പുറത്തിറങ്ങി നിന്നാൽ പുറത്ത് നിൽക്കുകയാണ്. പിന്നെ ഇത് അടുത്ത വലിയ എങ്ങനെയെന്ന് പറയും, പുറത്തോട്ട് ഇറങ്ങി വരുമല്ലോ രണ്ടാമത്. ഇനി ഒരു ശരീരം എടുക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരീരം എടുത്ത് അകത്ത് വലിക്കാതെ കിടക്കുകയാണ്, കാരണം സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി വെളിയിലോട്ട് വരുമ്പോൾ സപ്ലൈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആഞ്ഞു പിടിച്ച് ഒരു വലിയ വലിക്കും. ആ വലിക്കുന്ന അതിൻ്റെ അളവാണ് ഇയാളുടെ ലൈഫിന് എത്ര വർഷം ജീവിച്ചിരിക്കുമെന്ന് നിശ്ചയിക്കുന്നതെന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത്. എത്ര ഫോഴ്സ്ഫുള്ളായിട്ട് ഇയാൾ വന്ന ഉടനെ വലിക്കുന്ന ഒരു ആർത്തി പിടിച്ചൊരു വലിക്കുകയല്ല, അല്ലേ? അങ്ങനെയുണ്ട്. ആദ്യം എടുക്കുന്ന ശ്വാസം എടുത്ത് പുറത്തോട്ട് വിടുമ്പോൾ അതിനകത്തൊരു ഞാനിപ്പോൾ മാറി സംസാരിക്കുകയാണ്, പുറത്തോട്ട് വിടുന്ന ശബ്ദം ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം. ആ ഊമ എന്നാണ് പറയുന്നത്. ജപിച്ചോണ്ടേ വരികയാണ്, ഇനി എനിക്ക് വേണ്ട, എനിക്ക് വയ്യ എന്നാണ് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അതിൻ്റെ ഫ്രാക്ഷൻ എടുത്ത് പറയുകയാണ്. ആ ഫ്രാക്ഷനകത്ത് മറ്റേ കാര്യമുണ്ട്, എന്താ പറയുക, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ഇവിടെ നിന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, അതെനിക്കറിയാം, ഇനി ഞാൻ വരില്ല. ഇങ്ങനെയൊക്കെ കാണാം അതിന്. അങ്ങനെയൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ വെളിയിൽ ഇറങ്ങുമെന്നുള്ളത്. 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ കണ്ടൻ്റ് അവിടെ കിടക്കുക, വന്ന കണ്ടൻ്റ് കർമാശയം അതിനകത്ത് കിടക്കുക. ആ കണ്ടൻറ്റിൻ്റെ പുറത്തൂടെ വന്ന ഉടനെ പരിപാടി തുടങ്ങി. അധികം കയറിയാൽ ചത്തുപോകുന്നുള്ളത് കൊണ്ട് 2 അടി കണ്ടാൽ മതി, 1.5 അടി മാക്സിമം കണ്ടാൽ മതി, അതിൽ കൂടുതൽ കാണണ്ട.
എടുക്കാൻ ശേഷിയില്ല, അത്ര ഭയങ്കരമാണ് ഈ സ്ഥലം. ഈ ഇംപ്രഷൻസ് എടുക്കാൻ നോക്കില്ല കുഞ്ഞിൻ്റെ ബ്രെയിനിന്. അതുകൊണ്ട് അതിന് വിഷനൊക്കെ വളരെ കുറച്ച് വെച്ചിരിക്കുക. 1.5 അടി 2 അടിക്ക് അപ്പുറം കാണാൻ നോക്കില്ല. ഈ പറഞ്ഞ എല്ലാം കൂടെ അങ്ങ് കയറി കഴിഞ്ഞാൽ കൊച്ചപ്പോഴേ ഏങ്ങി ചത്തു. അതുകൊണ്ട് അതെല്ലാം ലിമിറ്റ് ചെയ്ത് പതുക്കെ കണ്ടാൽ മതി. ഇവിടെ നല്ല വിശേഷപ്പെട്ട സ്ഥലമാണ്, പതുക്കെ കാണും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ റെഗുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ 5-6 പ്രാവശ്യമൊക്കെ കരഞ്ഞ് പുതിയ ശരീരമൊക്കെ എടുത്ത് ഇങ്ങനെ വന്നിട്ട് എല്ലാ ഇമ്പ്രഷനും കയറി ആ കർമാശയത്തിനെ മൂടും. ആൾറെഡി ഉള്ള ഇമ്പ്രഷൻ്റെ മുകളിൽ ഭയങ്കര ചാക്ക് കണക്കിന് സാധനം കൊണ്ടുവന്നിട്ടിട്ട് ഇത് അടിയിലായി പോകും. അപ്പോൾ ആ കണ്ടൻറ്റ് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പുതിയ കണ്ടൻറ്റും കൂടെ അതിൻ്റെ പുറത്തുണ്ടാക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്നത് എത്ര ലക്ഷമാണ് സാർ, രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ്. ലക്ഷക്കണക്കിനാണ് ഈ ജന്മം എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും ജന്മങ്ങൾ എടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പാവം വിളിച്ചോണ്ടേ വരികയാണ്. ആ കൊച്ചാണ് നമ്മൾ. രക്ഷയില്ലാതെ ഇവിടെ വന്ന് വിളിച്ച് കരഞ്ഞ് പിന്നെ എല്ലാം പോയി ചാക്കെട്ടെല്ലാം തലയിൽ വീണ് അതിൻ്റെ അടിയിലായിപ്പോയി. പിന്നെ ഇതൊക്കെ തപ്പിയെടുത്ത് ഇതൊക്കെ മനസ്സിലാക്കി കാര്യമൊക്കെ മനസ്സിലാകുമ്പോൾ റിട്ടയർമെൻറ്റൊക്കെ കഴിയും. അപ്പോൾ ഇതിനിടയ്ക്ക് പുതിയ പാറ്റേണൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ലേ. അപ്പം പിന്നെ പെട്ടെന്ന് തീരത്തില്ല. കുഴപ്പമില്ലെന്നേ, ഇനി വരാമല്ലോ. പേടിക്കാൻ ഒന്നുമില്ല, എന്തായിരുന്നാലും ഗോള് ശരിയാണ്. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏതായാലും ഇങ്ങനെ 3 ലക്ഷം ജന്മം എടുത്തു, 3,60,000 ജന്മം അങ്ങ് എടുത്തു. ജന്മമെല്ലാം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് അവസാനം അറിയും ഇയാൾ അറിയുമ്പോൾ എന്താണെന്നറിയാം അറിയുന്നത്. അതുകൊണ്ട് പേടിക്കാനേ ഇല്ല, ഇഷ്ടംപോലെ എടുക്കാം. ഞാൻ വന്നിട്ടുമില്ല, പോയിട്ടുമില്ല, വരാനും പറ്റില്ല, പോകാനും പറ്റില്ല എന്നാണ് അറിയുന്നത്. അവസാനം അറിയുന്നത് അതാണ്. ഈ വരികയും പോവുകയും ചെയ്യുന്ന സാധനമല്ല ഞാനൊന്ന് അറിയുകയാണ്. പിന്നെന്തെടുത്താ എന്തായാലും അറിയും, ഇന്നല്ലെങ്കിൽ നാളെ അറിയും. അങ്ങനെയാണ് ഈ പോകുന്നതാണ് ഫ്രീഡം. അങ്ങനെയാണ് ഈ റിയലൈസേഷനിൽ നിന്നാണ് ഫ്രീഡം വരുന്നത്. ഞാൻ വന്നിട്ടുമില്ല, പോയിട്ടുമില്ല, ഇതൊക്കെ എനിക്ക് തോന്നിയതാണ്. എന്നാൽ പിന്നെ പോട്ട് ആകുന്നിടത്തോളം ആയിക്കോട്ടെ എന്ന് പറയും.